പകല് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കണമെന്ന് കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞപ്പോൾ, when I was asked to give the word this morning, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ആലോചന ദൈവസഭയോടുള്ളത് തന്നിട്ടുണ്ട്. and God has given me a message for the church. എനിക്കത് അറിയാം. ഒരു വിശാലമായ ചില ചിന്തകളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. It's some expanded thoughts that I want to share with you this morning. അത് തുടങ്ങിയാൽ ഇന്ന് തീർക്കാൻ ഒക്കാത്ത ഒരു സബ്ജക്റ്റുമാണ്. If I start it, it's also a topic that I'm unable to finish. പക്ഷേ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഈ സന്ദേശം നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കാൻ. But I'm excited to share this message with you. കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത് ദൈവസഭയോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. I believe this is the message for our church. വ്യക്തികളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. Message to the individuals. അതുകൊണ്ട് തുറന്ന ഹൃദയത്തോടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ബോധ്യത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. So shall we be seated with a heart that's open to say, yes, I'm willing to receive what the Lord has to share with me. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ദൈവവചനത്തിന് ഒരു ടൈറ്റിൽ വേണമെങ്കിൽ പ്രോബബ്ലി അത് ഇങ്ങനെയായിരിക്കും: The Power of Empty Hands. If I were to give a title to the sermon that I'm about to share with you, The Power of Empty Hands. ശൂന്യമായ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കൈകളുടെ ശക്തി എന്തുമാത്രമാണെന്ന് തെളിയിക്കുന്ന ഒരു സന്ദേശമാണ്. This message is to help us understand the power of empty hands. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് യേശുക്രിസ്തു ശിഷ്യന്മാരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. As the Lord Jesus starts his earthly ministry, he spends time with the disciples, teach them many things. Particularly Matthew chapter 5 to 7, we know it as a Sermon on the Mount. മത്തായി സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് അറിയാം, അത് ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ പ്രസിദ്ധമായ ഒരു പഠിപ്പിക്കലാണ്. It's a very famous teaching of the Lord Jesus. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തുള്ള പല നേതാക്കന്മാരും കോട്ട് ചെയ്യുന്ന ഒരു സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. The Sermon on the Mount is not just known to Christians, but even other believers, other people of other faith and political leaders quote what Christ has said. എല്ലാവരും ഇത് കോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സന്ദേശമല്ല ഈ സന്ദേശം എന്ന് പറയുന്നത്. Even though many people may quote these statements, but not everybody understands what these statements are. മനസ്സിലാക്കാതിരിക്കുക മാത്രമല്ല, ലീസ്റ്റ് പ്രാക്ടീസ്ഡ്, അതായത് നമ്മളോട് പറയുന്ന യേശുക്രിസ്തുവിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സന്ദേശത്തിൽ ഏറ്റവും കുറച്ച് പ്രായോഗിക തലത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സന്ദേശമാണ് ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. Not only is people not understanding it, but it's the least practiced aspects of the Lord Jesus' teaching that we find in the Sermon on the Mount. കൂടെ വരണമെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. So join with me as we study this together. ഈ Matthew chapter 5 to 7 ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്, these chapters, the core idea of this chapter, യേശുക്രിസ്തു ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. Jesus Christ is starting a movement. Kingdom of God എന്നാണ് പറയുന്നത്. He called it the kingdom of God. Kingdom of heaven എന്നാണ് പറയുന്നത്. He also called the kingdom of heaven. ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യേശുക്രിസ്തു ഒരു മാനിഫെസ്റ്റോ പ്രസന്റ് ചെയ്യുക. As the movement is getting started, Jesus presents a manifesto. ഞാൻ സ്ഥാപിക്കാൻ പോകുന്ന ഈ കിങ്ഡത്തിൽ ഏതു തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരിക്കേണ്ടത്? This kingdom that I'm about to establish, what type of people should live or be part of it? ലളിതമായിട്ട് എൻ്റെ യേശു അത് പറയുക. And very in a simple manner Christ is saying, ഈ ലോകത്തിന്റെ തത്വങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു ആശയം യേശു അവിടെ കൊണ്ടുവരികയാണ്. And Christ is bringing a philosophy or thought process that's completely different from the world system. അതായത് യേശുക്രിസ്തുവിനോടൊപ്പം കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ സംസ്കാരത്തിൽ ജീവിക്കുന്നവരായിരിക്കണമെന്ന് യേശു പറയുകയാണ്. And Jesus is saying people that belong to the kingdom of God must have a different culture than the world offers. അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യൻ കൗണ്ടർ കൾച്ചർ, ഒരു എതിർവാദം യേശുക്രിസ്തു കൊണ്ടുവരികയാണ്. In other words, Christ is saying there's a Christian counter culture that needs to be part of the kingdom of God. മനുഷ്യരെല്ലാം രണ്ട് കാരണങ്ങളിൽ ഫോം ചെയ്യപ്പെടുന്നവരാണ്. People are formed or shaped in their mindset with two reasons. Number one is heredity, that is പാരമ്പര്യം എന്ന് നമ്മൾ പറയും. One is heredity. രണ്ടാമത് environment അല്ലെങ്കിൽ culture എന്ന് നമ്മൾ പറയും. Second thing is environment or culture. നമ്മുടെ ശരീരം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. Our body is part of the culture. നമ്മുടെ ആക്ഷൻ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. What we do, our actions are part of a culture. Our reactions കൾച്ചറിന്റെ ഭാഗമാണ്. Our reactions are shaped by our culture. നമ്മുടെ arguments കൾച്ചറിന്റെ ഭാഗമാണ്. Our arguments are shaped by our culture. നമ്മൾ പറയുന്ന vocabularies നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. Even the words that we use, the language that we use is shaped by culture. നമ്മുടെ habits കൾച്ചറിന്റെ ഭാഗമാണ്. Every habit is shaped by culture. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ റിവീൽ ചെയ്യുന്നത് എൻ്റെ കൾച്ചറിനെയാണ്. As I stand here and speak, I am revealing my culture to you. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നയാളാണെന്ന്. You can easily know I came from India. കാരണം എൻ്റെ വാക്കുകൾ എങ്ങനെയാണ്, because my words are that. പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, the way I pronounce my words, accent എങ്ങനെയാണ്, my accent is this. ചിരി പോലും അങ്ങനെയാണ്. Even my laughter and smile is that way. അത് അർത്ഥമാക്കുന്നത് എൻ്റെ കൾച്ചർ, ഞാൻ ജനിച്ചു വീണ് വളർന്ന കൾച്ചറിൽ
ഫോം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളതാണ്. In other words, I am shaped into the culture that I was born in, raised in, and formed. And that's why you see that. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്. Each and every one of us sitting here has a ആ culture. സംസ്കാരത്തിലാണ് നമ്മൾ ഫോം ചെയ്യപ്പെടുന്നത്. In that culture we are formed. നിങ്ങൾ വേൾഡ് വ്യൂസ് അതിനനുസരിച്ചായിരിക്കും. Your world view is that way. നിങ്ങളുടെ ടേസ്റ്റ് അതിനനുസരിച്ചായിരിക്കും. Your taste is shaped that നിങ്ങളുടെ way. ജീവിത രീതികൾ അതനുസരിച്ചായിരിക്കും. Your lifestyle will be shaped that way. അത് ജനിച്ചു വീണ മണ്ണ്, The dirt that you're born നമ്മൾ into, വളർന്നു വന്ന സുഹൃത്ത് വലയങ്ങള്, our friendship, the circle of friends in which നമ്മുടെ we're born in, സാഹചര്യങ്ങള്, our circumstances. ഇതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്ന് പറയുന്നത്. This is what shapes us into different beings. ഞാൻ ധാരാളം ഈ US ൽ നിന്ന് ഇന്ത്യ വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അവരെ ഒരു കൊതു കടിക്കുമ്പോൾ അവരുടെ ഈ ത്വക്കിന് ചുറ്റും ഇങ്ങനെ നല്ല ചുമപ്പ് കളറായി, റെഡിഷ് കളറായിരിക്കും. When you see young people, kids go to India and they get bit by a mosquito, all of a sudden you see the reddish swelling on their എന്നാൽ hand. നിങ്ങൾ ബോംബെയിലെ സ്ലംസിലോട്ടൊന്ന് പോയേ, But when you go to the slums in Bombay, ഈ കൊതു കുഞ്ഞുങ്ങളെ കടിച്ചാല് even if the mosquitoes bite the kids, ആ കൊതു ചത്തു പോകുന്നതല്ലാതെ അവർക്ക് കുഴപ്പമൊന്നും വരത്തില്ല. the mosquitoes may die, but nothing happens to the അവരുടെ kids. ബോഡി അതിന് ഇമ്മ്യൂൺ ആണ്. Their body is immune to They are that. developed in that culture. അവർ ആ സംസ്കാരത്തിലാണ് വളർന്നു വന്നത്. അത് അവരെന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ, ആ കൾച്ചർ, ആ എൻവയോൺമെന്റ്, ആ ടെമ്പറേച്ചർ, ആ ക്ലൈമറ്റ്, ആ ലാംഗ്വേജ്, ആ ഹാബിറ്റ്, ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ആ ഇൻഡിവിജ്വൽ മുമ്പോട്ട് വരുന്നത്. The environment, the circumstance, the language, everything that happens around us shapes us and makes us a product of what we become. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ ചാപ്പലിൽ ഒരാൾ വന്ന് സംസാരിച്ചാല്, If someone comes to our chapel service and ഈ speaks, ഒരു തിയോളജിക്കൽ സെർമൺ അദ്ദേഹം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ, if he presents a theological sermon, അദ്ദേഹം എവിടുന്ന് വരുന്നെന്ന് എന്നോട് പറയേണ്ട, I can easily read it. don't tell me where he's from. I can tell you exactly where he came ഏത് from. സ്കൂളിലാ പഠിച്ചെന്ന് പറയാൻ നോക്കും, I can tell you which school he learned. ഏത് അക്കാഡമിക് സ്ട്രീമിൽ നിന്നാണ് വരുന്നതെന്ന് പറയാൻ നോക്കും. I know what curriculum he followed. സോ നമ്മൾ പറയുന്നത് നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ വേൾഡ് വ്യൂസ്, ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നതും നമ്മുടെ ഈ കൾച്ചറിനെയാണ്. This culture is what shapes our language, our vocabulary, our system, the thought process, all of that we do. മാത്യു 5 മുതൽ 7 വരെ ഒന്ന് വന്നേ. When you go to Matthew chapter 5 verses 5 through 7, യേശുക്രിസ്തു രണ്ട് കൾച്ചറുകൾ ഇവിടെ പ്രസന്റ് ചെയ്യുക. two cultures Christ is presenting. ഒന്ന് ഫാരിസൈ കൾച്ചറാണ്. One is the Pharisaic culture, പരീശന്മാരുടെ സംസ്കാരത്തെ യേശു പ്രസന്റ് the ചെയ്യുന്നു. Pharisaic culture. അപ്പുറത്ത് ഒരു ജാതീയ കൾച്ചർ യേശു പ്രസന്റ് ചെയ്യുക, ജെന്റൈൽസ് എന്ന് പറയും. Second, a Gentile culture is given there. യേശു ശിഷ്യന്മാരോട് പറയുക, And Christ is telling the നിങ്ങൾ disciples, പരീശന്മാരെ പോലെ ആകരുത്. don't become like the Pharisees. എനിക്കറിയാം നിങ്ങൾ ജീവിക്കുന്നവരുടെ കൂടാണ്. I know you live among them. You live in that culture. നിങ്ങൾ ആ സംസ്കാരത്തിൽ You are ജീവിക്കുന്നു. shaped in that culture. ആ സംസ്കാരത്താൽ നിങ്ങൾ ഉളവാകുന്നത്. You see them, you interact with them. നിങ്ങൾ അവരെ കാണുന്നു, നിങ്ങൾ അവരോട് സംസാരിക്കുന്നു. But you must understand that I give you a counter culture effect that you lead a different stream of life. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു എതിർവാദം, എതിർ സംസ്കാരമാണ്, അതിൻ പ്രകാരമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. യേശു പറയുന്നു, നിങ്ങൾ അവരെ പോലെ ഉപവസിക്കരുത്. Jesus said, don't fast like them. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ പോലെ ആകരുത്. When you pray, don't pray like them. നിങ്ങൾ കൊടുക്കുമ്പോൾ അവരെ പോലെ കൊടുക്കരുത്. When you give, don't give like them. That means Jesus is inviting them to lead a different culture. യേശുക്രിസ്തു അവരെ ഒരു പുതിയ സംസ്കാരത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ജാതികളുടെ കൾച്ചർ പ്രസന്റ് ചെയ്തിട്ട് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ അവരെ പോലെ വറി ചെയ്യരുത്. After presenting the Gentile culture, he says, don't worry like them. സോ ശിഷ്യന്മാർക്ക് ഫാരിസീസിന്റെ ഒരു കൾച്ചർ ഒരു വശത്തുണ്ട്. Disciples are surrounded by the Pharisee culture on one side, അതേസമയം തന്നെ ജെന്റൈൽസിന്റെ ഒരു കൾച്ചർ മറുവശത്തുണ്ട്. and on the other side is the Gentile culture. അതിനെ എതിർത്തുകൊണ്ട് യേശു പറയുക, നിങ്ങൾ കിങ്ഡം ഓഫ് ഗോഡിൽ നിങ്ങൾ അംഗങ്ങളാകണമെങ്കിൽ you cannot follow the Pharisaic culture, and also you cannot follow the Gentile culture. Opposing those two cultures in the midst of where they live in, Christ is telling him, you cannot follow the Pharisee culture, you cannot follow the Gentile culture. I am giving you a new ഒരു culture. റാഡിക്കൽ ചേഞ്ചിന് വേണ്ടി യേശു ശിഷ്യന്മാരെ വിളിക്കുകയാണ്. Christ is calling the disciples for a radical change. എന്നിട്ട് യേശു പറയാ, നിങ്ങൾ ഇത് ഫോളോ ചെയ്യാതെ you cannot be a part of the kingdom of heaven. And Christ is telling them, without following the new culture that I'm presenting to you, you cannot be part of the kingdom. നിങ്ങളുടെ വളർന്നു വന്ന സംസ്കാരത്തെ മറികടന്ന്, if you cannot abide in or absorb a new culture, you cannot be a part of the kingdom of God. If we cannot overcome the cultures that we live among and abide in the new culture that Christ has presented to us, it's impossible to live in the kingdom. So ഒരു transformation of the culture യേശുക്രിസ്തു ശിഷ്യന്മാരോട് So പറയുക. to the disciples, Christ is giving them a transformation of a ഈ culture. 3 അധ്യായങ്ങളും യേശു അതാ ശിഷ്യന്മാരെ These പഠിപ്പിക്കുന്നത്. 3 chapters, that's what the Christ
Christ is teaching the അതിനെല്ലാം disciples. ഒന്നും നമ്മൾ ഇന്ന് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. We don't have time for all of it, but one thing I'll share with you. ഇത് പറയാൻ തുടങ്ങിയിട്ട് യേശു 8 ബിയാറ്റിറ്റ്യൂഡ്സ് പ്രസന്റ് ചെയ്യുകയാണ്. After having said this, 8 beatitudes is what Christ The presents. character of the kingdom citizens. ദൈവത്തിന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പൗരന്മാരുടെ സ്വഭാവം. ഈ ലോകത്തിന് വിഭിന്നമായി ചിന്തിക്കുന്ന ഒരു കൂട്ടരായിരിക്കണം ക്രിസ്തു അനുഭാവികൾ എന്ന് യേശു The പറയുകയാണ്. disciples of Christ must have a different mindset and thought process. That's what he's telling us ഞാൻ there. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് ഒരു ബിയാറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ടാണ്. And I gave you this context in the background to take you to one of the beatitudes. അതിന് മാത്രമേ നമുക്ക് സമയമുള്ളൂ. That's all we have time for. നമ്മുടെ മാത്യു ചാപ്റ്റർ 5 verse 3. മത്തായി സുവിശേഷം 5:3. 5-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, 5 verse 3 says, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, Blessed are the poor in spirit, സ്വർഗരാജ്യം അവർക്കുള്ളത്. theirs is the kingdom of heaven. Blessed are the poor in spirit, for theirs is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 3 things. ഒരു ബ്ലെസ്സഡ്നെസ് യേശുക്രിസ്തു പറയുകയാണ്. One, he's pointing out a blessedness. നോക്കണം, നമ്മൾ ഭാഗ്യവാന്മാരെ ആരെന്നാ കരുതുന്നത്? Who do we consider as blessed? ലോട്ടറി അടിച്ചവരെ ഭാഗ്യവാന്മാരെന്ന് കരുതും. Those who win the lottery, we might say blessed. പവർഫുൾ ആയിട്ടുള്ളവരെ ഭാഗ്യവാന്മാരെന്ന് കരുതും. Strong people, we might say blessed. നോക്കണം, പണമുള്ളവരെ ഭയങ്കര ഭാഗ്യമുള്ളവരെന്ന് നമ്മൾ If they're കരുതും. wealthy, we might say they're blessed. വിജയിക്കുന്നവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് കരുതും. Successful people, we might say are blessed. ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് കരുതും. Influential people, we might say blessed. എന്നാൽ യേശു പറയുക, ആ സംസ്കാരം നീ പഠിച്ചു വെച്ച സംസ്കാരമാണ്. That culture, Christ is saying, is what you have learned. നീ ജനിച്ചു വീണ സംസ്കാരത്തിൽ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നേ. Because in the culture that you were born into, that's how people think. ഞാൻ വേറൊരു സംസ്കാരം പറയാൻ പോവാ. But I'm about to give you a different culture. യേശു ക്രിസ്തു അവരോട് പറയുക, Christ is telling them, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, poor in spirit are blessed. സൗമ്യതയുള്ളവർ The ഭാഗ്യവാന്മാർ, blessed are the meek. അയ്യോ കരയുന്നവർ ഭാഗ്യവാന്മാർ, Blessed are those who weep. അയ്യോ താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ, Blessed are those who are thirsty. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. Blessed are the pure in heart. നോക്കണം, ഈ ലോകം കരുതുന്ന ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് അല്ല യേശു പ്രസന്റ് ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ What the ലിസ്റ്റ്. world gives as a list or accomplishments for blessed people are not what Christ is giving us as a list of a blessed person. നമ്മൾ എന്താ ഭാഗ്യവാന്മാരായെന്നറിയാമോ? Children of God, do we know why we are blessed? യേശു ലിസ്റ്റ് മാറ്റിയത് കൊണ്ടാ. Because Christ made a new list. ലിസ്റ്റ് മാറ്റിയത് കൊണ്ടാ. Because he gave us a new list. ഇവിടെ ഇരുന്ന് ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കുന്നത് എന്റെ യേശു ലിസ്റ്റ് മാറ്റിയത് കൊണ്ടാ. The reason why we worship him in the sanctuary is because God changed the list. നോക്കണം, ഈ ലോകം വെച്ച ലിസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് സമാധാനവും സന്തോഷവും കാണത്തില്ലായിരുന്നു. If we had to follow the list the world had put together, we would not have the joy or the peace. എന്നാൽ എന്റെ യേശു പറയുക, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. But my Jesus is saying, blessed are the poor in spirit, for theirs is the kingdom of heaven. നമ്മൾ ഈ ഭാഗ്യം എന്ന് പറയുന്നത്, ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് is not a psychological emotion. To say that you're blessed is not a psychological emotion. ഇതൊരു ഹാപ്പിനെസ്സോ ഒരു ജോയിയോ ഒന്നുമല്ല. It's not simply happiness or joy. നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സന്തോഷമൊന്നുമല്ല ഈ ബ്ലെസ്സഡ്നെസ് It's എന്ന് not പറയുന്നത്. simply describing the way you feel. ഇത് യേശുവിനോടൊപ്പം നിൽക്കുന്നതാ. This is what stands along with Christ. റിജക്റ്റഡ് ആയ, People who are rejected, ആളുകളെ തള്ളിക്കളഞ്ഞ, people who are neglected, മുറിവേറ്റിരിക്കുന്ന, people who are wounded, ഡിപ്രൈവ്ഡ് ആയ, people who are deprived, വീക്ക് ആയ people who are weak. ആളുകൾ ബ്ലെസ്സഡ് ആണ്. Those are the people who are blessed. കാരണം എന്താണെന്നറിയാമോ? The reason being, അവര് ദൈവരാജ്യത്തിലാ. they're in the kingdom of God. അവരുടെ സംസ്കാരം വിഭിന്നമാണ്. Their culture is different. അവരുടെ ജീവിതത്തിന്റെ സന്തോഷം ഡിറ്റർമിൻ ചെയ്യുന്നത് അവരുടെ സർക്കംസ്റ്റാൻസസ് അല്ല. The circumstances do not dictate the joy or the reason for their joy in their മറിച്ച് life. അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. On the other hand, it's the relationship with the Lord നിങ്ങൾ God. സന്തോഷിക്കുന്നത് നിങ്ങളുടെ സർക്കംസ്റ്റാൻസിൽ വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ കഴിയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ ഹൃദയം എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു In the എന്നുള്ളതാണ്. midst of our pain and challenges, the reason why we're still able to be joyful, it's because of the relationship that we have with the Holy God. അതുകൊണ്ട് കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. ദൈവത്തെ അറിയുന്ന ദൈവജനത്തിന് മാത്രമേ It's കഴിയത്തുള്ളൂ. only possible for a child of God to say, in the midst of my persecution, in the midst of my trouble, I will still sing. അപ്പോൾ യേശുക്രിസ്തു ബ്ലെസ്സഡ്നെസിന്റെ, ബ്ലെസ്സഡ് പീപ്പിളിന്റെ ലിസ്റ്റ് കൊണ്ടുവരിക. And so Christ is
presenting to us a list of what it means to be a blessed person. ഒന്നാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് they should be poor in spirit. അതിൽ ഒന്നാമതായി നമ്മൾ കാണുന്ന ഘടകം നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. എന്താ അതിന്റെ അർത്ഥം? What does it mean? അതൊരു എക്സ്ട്രീം പോവർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. It's talking about an extreme poverty. അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് ഡെസ്റ്റിറ്റ്യൂഷൻ. An absolute destitution is what's represented. അല്ലെങ്കിൽ നമുക്കറിയാം ഒറ്റയ്ക്ക് നിൽക്കാനൊക്കാത്ത ഒരു കംപ്ലീറ്റ് ഡിപെൻഡൻസിനെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. What we mean there is a complete dependence, unable to stand on your own. അല്ലെങ്കിൽ എന്നെ ഒരു സ്പിരിച്വൽ പോവർട്ടി ഞാൻ മനസ്സിലാക്കുകയാണ്. And I'm understanding and recognizing the spiritual poverty that I have. Otherwise, spiritual bankruptcy before God. I have nothing in my hand. എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ ദൈവത്തിന്റെ മുൻപാകെ സകലം നഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നു. It is a total dependence. It is not 99% and 1%. It is 100% dependence on God. 99% മാത്രം ആശ്രയമല്ല, എന്റെ ദൈവത്തിൽ 100% പൂർണ്ണ ആശ്രയമുള്ള ഒരു അനുഭവം. നമ്മൾ ഒരു ഹീബ്രു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. This is a Hebrew concept. അതിനെ അനാവിം എന്നാ പറയുന്നത്. Anavim is how it's said. അനാവിം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണ്. It's representing, depicting a group of people. poor എന്നാ പറയുന്നത്. They say poor. ദരിദ്രർ എന്നാ പറയുന്നത്. People in poverty. അതിന്റെ അർത്ഥം afflicted ആയിട്ടുള്ള ആളുകൾ. That means afflicted. oppressed ആയിട്ടുള്ള ആളുകൾ. That means oppressed. പവർലെസ് ആയിട്ടുള്ള ആളുകൾ. Powerless people. പക്ഷേ ഈ അനാവിന് ഒരു പ്രത്യേകതയുണ്ട്. But they have this group of people have a അവർക്ക് uniquness. ശക്തിയില്ല. They have no power. അവർക്ക് ബലമില്ല. They have no strength. അവർ കോർണർ ചെയ്യപ്പെട്ടവരാ. They were neglected. തഴയപ്പെട്ടവരാ. They're disregarded. ഉപേക്ഷിക്കപ്പെട്ടവരാ. They're overlooked. But ഇതൊരു people group ആണ്, ഒരു കൂട്ടമാണ്. But that's a group of people who put their complete trust in God. They put their complete trust in the Lord. അവർക്ക് മനുഷ്യരിൽ ആശ്രയിക്കാൻ ഒക്കത്തില്ല. They cannot trust people. ഇടത്തുനിന്നും വലത്തുനിന്നും അവർക്ക് അടി വരുന്നുണ്ട്. Because from left and right they face persecution. അവരെ കോർണർ ചെയ്യുന്നുണ്ട്. They corner them. പക്ഷേ ഇവരുടെ ആശ്രയം കംപ്ലീറ്റ്ലി ദൈവത്തിലാ. But their trust completely is in the Lord. അതുകൊണ്ട് 34 സങ്കീർത്തനത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. That's why in Psalms 34 we read this verse. This poor man cried and the Lord heard him. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. This poor man cried out. എൻ്റെ കൂട്ടുകാർ കേട്ടില്ല. My friends didn't hear me. എൻ്റെ കുടുംബക്കാർ കേട്ടില്ല. My family didn't hear me. എൻ്റെ സഭക്കാരും കേട്ടില്ല. My church didn't hear me. പക്ഷേ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. But my God heard my prayer. ദരിദ്രനാണ്. We are poor. ഞാൻ അനാവിമാണ്. I am an anavim. ഞാൻ oppressed ആണ്. I am oppressed. But I have a God who hears me. പക്ഷേ എന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദൂതായിതാ. This is the message to all of you that are listening to me. ലോകത്തിലെ ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും, even if no one in the world stands with you, നിങ്ങൾ റിജക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, even if you feel rejected, എഴുതി തള്ളപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, even if they've cast you out, ഇന്ന് പകൽ ഒരു അനാവിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് but if we can fully put our trust and confidence in the Lord, He will come and hear our prayers. ഇത് ഒരിടത്തല്ല പലയിടത്ത് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്. And this is seen in many instances. പഴയ നിയമത്തിൽ മാത്രമല്ല, not just in the Old Testament. യേശുക്രിസ്തു തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. Christ himself gave an example. ടാക്സ് കളക്ടർ പ്രാർത്ഥിക്കാനായിട്ട് വരിക. A tax collector is coming to pray. കൂടെ ഒരു ഫരീശനും പ്രാർത്ഥിക്കാനായിട്ട് വരിക. Along with that a Pharisee is coming. രണ്ടുപേർക്ക് ഒത്തിരി ലിസ്റ്റ് ഉണ്ട് പ്രസന്റ് ചെയ്യാനായിട്ട്. Both of them have a list of things to present. പക്ഷേ നമുക്കറിയാം നീതിമാനായി തിരിച്ചുപോയ ഒരുവൻ ആരാണെന്ന് നമുക്കറിയാം. But we know only one person went back righteous. നോക്കണം, ഉപവസിക്കുന്നവനല്ല കേട്ടോ. It's not the one who fasted. നോക്കണം, ആ ലിസ്റ്റ് പ്രസന്റ് ചെയ്തവനല്ല നീതിമാനായിട്ട് പോയത്. It's not the one who gave his accomplishments. Who came with his empty hand. ശൂന്യമായ കരങ്ങളോട് വന്നവൻ. ദൈവമേ ഒന്നുമില്ലെന്ന് പറഞ്ഞവൻ. The one who said I have nothing. എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞവൻ. The one who said he's unable. എൻ്റെ കരത്തിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞവൻ. The one who said my hands are empty. അനാവിമായി ദരിദ്രനായി പൂറായിട്ട് വന്നവൻ. The one who came as a poor, a man in poverty. എൻ്റെ യേശു അവനെ നീതിമാനായിട്ട് മടക്കി അയക്കും. Christ sent him back in righteousness. When you come to the presence of God, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ credentials അല്ല വാല്യൂ ചെയ്യേണ്ടത്. It's not about our credentials. നമ്മുടെ പേരുകളല്ല വാല്യൂ ചെയ്യേണ്ടത്. It's not about our name. It should be a complete dependence on our living God. നാം ജീവിക്കുന്ന ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ് വിഷയം. നോക്കണമേ, അതാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന കൾച്ചറിലെ ഡൈനാമിസം എന്ന് പറയുന്നത്. That's the dynamic that God expects out of those who are in the kingdom of God. ഈ ലോകത്തിലെ കൾച്ചർ എന്ന് പറയുന്നത് കൂടെ ആളുള്ളവനാ ഭാഗ്യവാൻ. In this world's culture, people who have others around them is blessed. ഈ ലോകത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത് ആളുകൾ തോളത്ത് കൈയിടാനുള്ളവരാ ഭാഗ്യവാന്മാർ. People say if somebody's there to uphold you and support you, then you may be blessed. എൻ്റെ ദൈവം പറയുക, But my God is saying, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. blessed are the one who lives in poverty. പാവങ്ങൾ
ദരിദ്രരായവർ അവരാണ് ഭാഗ്യവാന്മാർ. The one who is poor, the one who lives in poverty, they are blessed. എന്തൊരു ചേഞ്ച്, ഡൈനാമിക് കൾച്ചറൽ ചേഞ്ച് ആ യേശു കൊണ്ടിരുന്നതെന്നറിയാം. What type of a different dynamic change in culture is Christ bringing? ഇത് എവിടെ കിങ്ഡം ഓഫ് ഗോഡ് നടക്കുന്ന കാര്യമാണ്. This is what happens in the kingdom of God. ഹെവൻലി റെലത്തിൽ, അതായത് സ്വർഗ്ഗത്തിൽ ഭാവി നടക്കാനുള്ളതല്ല, ഇവിടെ അതിലേക്ക് ഞാൻ വരിക, ഇവിടെ നടക്കുന്ന കാര്യമാണ്. This is what happens here in the heavenly kingdom. അടുത്ത യേശു പറയുന്നത് എന്താണെന്നറിയാമോ? You know what Christ says next? This is the kingdom of heaven. അവരുടെയാണ് സ്വർഗ്ഗരാജ്യം. അവർക്കുള്ളത് സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നത്. The kingdom of God is for them. എന്തൊരു പാരഡോക്സ് ആണെന്നറിയാമോ? It's a what paradox. They are poor. അവർ പാവങ്ങളാണ്. അവർക്കൊന്നും ഇല്ല They കയ്യിൽ. have nothing. പക്ഷേ രാജ്യത്ത് അവരുടെ കയ്യില്ല. But the kingdom is theirs. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. What a privilege, what a ഈ blessing. ലോകം ഒരുത്തനെ നേരെ നിർത്തുന്നത് അവന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് നോക്കിയിട്ടാ. Somebody in this world is upheld based on what they have themselves. എന്നാൽ കിങ്ഡത്തിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവന്റെ കയ്യിൽ ഒന്നുമില്ലയോ എന്ന് നോക്കിയിട്ടാ But നിർത്തുന്നത്. the characteristics of the kingdom is you look at the hands and say they have nothing. നോക്കണേ, അതായത് കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണം, റെയിൻ എക്സ്പീരിയൻസ് ചെയ്യുക. The kingdom of God means we experience the rule or the reign of God. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വന്നേ. പാവപ്പെട്ടവനാണ്, Come with me. They are poor, റിജക്റ്റഡ് ആണ്, they're rejected, കോണേഡ് ആണ്, they're cornered, പക്ഷേ അവർ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരിക. but they're coming under the reign of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ വരിക. But they're coming in the presence of അവർ God. ലോവസ്റ്റ് എബ് ഓഫ് ലൈഫില്, I'm sorry. അവർ ലോവസ്റ്റ് എബ് ഓഫ് ലൈഫില്, They're low. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും തരംതാണ അവർ അനുഭവത്തിൽ, വേദനയില്, in their pain, അവർ സ്ട്രഗിളില്, in their struggle, they experience the presence of God. അവിടെ അവർ ദൈവ സാന്നിധ്യം They അനുഭവിക്കുന്നു. experience the presence of God. അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ലോകത്തിലെ ആളുകൾക്ക് ഇല്ലാത്ത ഒരു കാര്യമായത്. But these are things that people in the world do not experience. കഷ്ടതയുടെ ആഴത്തില് എന്നെ തേടി വരുന്ന ഒരു ദൈവം. In the midst of, in the deepest of my valley, there's a ആളുകളെ God who റൈറ്റ് ഓഫ് comes up. ചെയ്യുമ്പോൾ, ആളുകളെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്നെ കൈ പിടിക്കുന്ന ഒരു ദൈവം. There's a God who holds me when everybody else rejects me. ഓ, എല്ലാരും പേര് വെട്ടുമ്പോൾ പേരെഴുതുന്ന ഒരു ദൈവം. When everybody takes my name out, my God writes my name. എന്റെ വാക്കുകൾ ആളുകൾക്ക് മനസ്സിലാകാതെ വരുമ്പോ, ഏലി പ്രവാചകന് പോലും മനസ്സിലാകാതെ വരുമ്പോ എന്നെ മനസ്സിലാക്കുന്ന എന്റെ സ്വർഗത്തിലെ ദൈവം. When my words are not even understood, not even the prophet understood, there's a God in heaven who understands. കിങ്ഡത്തിന്റെ പ്രത്യേകതയാണ്. This is the uniqueness of the kingdom. IPC ഒർലാൻഡോ സഭയുടെ പ്രത്യേകതയല്ല. It's not the church's uniqueness. ദൈവ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. The kingdom of God's uniqueness. യേശുവിനെ ഫോളോ ചെയ്യുന്നവരുടെ പ്രത്യേകതയാണ്. The uniqueness of the people who follow Christ. തകർച്ചയുടെ നടുവിൽ you experience the presence of God. In the midst of our deepest valley, we experience the presence of God. പോവർട്ടിയുടെ നടുവിൽ you experience the presence In the midst of our poverty, we experience the presence of God. That's the beauty of heavenly culture. അതാണ് സ്വർഗീയ സംസ്കാരത്തിന്റെ മനോഹരത്വം. യേശു ഈ ശിഷ്യന്മാരെ വിളിക്കുന്നത് അതിനു വേണ്ടിയാ. That's why he called the disciples. പരീശന്മാരുടെ സംസ്കാരം അല്ല കേട്ടോ. It's not the culture of the Pharisees. തിരിഞ്ഞടിക്കുന്ന ജാതികളുടെ സംസ്കാരമല്ല. It's not the culture of the revengeful Gentiles. Before you a new culture. ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരുന്നു. Culture of heaven. സ്വർഗീയ സംസ്കാരം. Where poor people are elevated. ദരിദ്രരായവരെ ഉയർത്തപ്പെടുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. That's our uniqueness. Look, റോബർട്ട് സ്പെൻസർ ഈ ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തത്തെ കോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്. A man named Spencer coined something about the evolutionary theory of Charles Darwin. He speaks about the survival of the fittest. Yeah, the theory speaks about the survival of the fittest. മിടുക്കന്മാര് ജയിക്കും. Those who are capable win. ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ കോൺകർ ചെയ്യും. Those who are fit will conquer. നോക്കണമേ, കഴിവുള്ളവര് മുന്നോട്ട് പോകും. Those who are able come to the front. പക്ഷേ യേശു പ്രസന്റ് ചെയ്ത വേറൊരു തിയറി ഉണ്ട്. But Christ presented a different theory. It is about the survival of the weakest. യേശുവിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ബലഹീനതയുടെ അവരുടെ വിജയമാണ്. ഫിറ്റസ്റ്റിന്റെ അല്ല, ശക്തിയില്ലാത്തവന്റെ തല ഉയർത്തുന്ന ദൈവത്തിന്റെ സംസ്കാരം. The culture of God that lifts the culture and the personhood of those who are weak, unable. അത് ആർക്കാ കഴിയുന്നതെന്ന് അറിയാമോ? To whom is it possible? ഹെവൻലി റെയിനിന്റെ, യേശുവിന്റെ ഭരണത്തിന്റെ കീഴിൽ വരണം. But we have to come under the reign of the Lord Jesus. അതാ യേശു ഡിമാൻഡ് ചെയ്യുന്നത്. That's what he demands. അതായത് സ്വർഗരാജ്യമാ. It's a kingdom where the king reigns. ഒരു രാജാവ് ഭരിക്കുന്നിടത്ത്, യേശു ഭരിക്കുന്ന ആ രാജ്യത്തിലാണ് you experience the powerful touch of God. Wherever Christ reigns, that's when you come under that rule, is when you experience the touch of God. യേശു പറയുന്ന ഈ ഒരു കൾച്ചറൽ ഷിഫ്റ്റാ. So Christ is giving us a shift in culture. That means dependence upon God. അതിന്റെ അർത്ഥം ദൈവത്തിൽ ആശ്രയം. ഒരു ആക്ഷൻ അല്ല. It's not an action. നമ്മൾ സ്മാർട്ട് പീപ്പിളാ. We are smart people. നമ്മൾ എന്ത് ആക്ഷനെ ബേസ് ചെയ്താണ് നമ്മുടെ ഡിപെൻഡൻസി ഇരിക്കുന്നത്. Our dependence is always based on actions. ഒരു രോഗം വരുമ്പോൾ when a disease comes, we depend.
We depend on We God. depend on the Lord when a sickness നമുക്കൊരു comes. കടം വരുമ്പോൾ When we have a debt, action. Now we depend on God. then in that moment we depend on നമ്മൾ God. എപ്പോഴാണ് ഉപവാസം ഇരിക്കുന്നത്? When do we fast? When there is a need. എന്തൊരു ആവശ്യം വരുമ്പോൾ. എന്നാൽ യേശു ഇവിടെ പറയുന്ന അങ്ങനല്ല. But that's not what Christ is saying. It's a kingdom culture. It's a culture of the ഈ kingdom itself. ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ കിങ്ഡം ഓഫ് ഗോഡിന്റെ ഒരു സംസ്കാരമായിട്ട് മാറി. This dependency is the culture of the kingdom of God. It's 24 hours we depend on God. 24 hours, 24 മണിക്കൂർ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അവസാന പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? When I was preparing this message and I was praying before the Lord, I prayed. Lord, I have prepared a message for the church. കർത്താവേ, ഞാൻ സഭയ്ക്ക് വേണ്ടി സന്ദേശം ഒരുക്കി. But before I preach in the church, ഞാൻ ഈ സഭയിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് I submit before you as a sacrifice. ഞാൻ എന്നെ തന്നെ ഒരു പൂർണ്ണമായി സമർപ്പിക്കുന്നു. I submit this sermon as a sacrifice. ഞാൻ ഈ സന്ദേശം അങ്ങയുടെ മുൻപാകെ യാഗമായി സമർപ്പിക്കുന്നു. Complete dependence ആണ്. പൂർണ്ണ ആശ്രയം. ദൈവം എന്നെ സഹായിക്കാതെ എനിക്ക് ഡെലിവർ ചെയ്യാൻ ഒക്കത്തില്ല. Without the God's help, I'm not able to deliver this message. പരിശുദ്ധാത്മാവ് ഇടപെടാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സന്ദേശം കടക്കത്തില്ല. Without the intervention of the Holy Spirit, this message will not come into your heart. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? You know what I'm saying? ഒരു ആക്ഷനെ ബേസ് ചെയ്തുള്ള ഒരു ഡിപെൻഡൻസി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God is not looking for dependency based on some event in your life. നമ്മുടെ കൾച്ചർ മാറണം. Our culture has to change. Our culture has to change. പ്രോസസ് മാറണം. Our thought process must change. A complete dependence 24/7. 24 മണിക്കൂർ 7 ദിവസവും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. Every minute, no, every second you have to depend on ഒരു God. മിനിറ്റിൽ എല്ലാ നിമിഷങ്ങളും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്കൊന്ന് ചിന്തിക്കാമോ എപ്പോഴാണ് നമ്മൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? Do you know when you depend on the Lord? നമ്മൾ ഒക്കേഷണലി ആണോ ദൈവസന്നിധി വരുന്നത്? Do we only come to the presence of God occasionally? ഒക്കേഷണലി ആണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? Do we only trust Him, depend on Him occasionally? അതോ നമ്മുടെ കൾച്ചറിൽ ഒരു മാറ്റം ഉണ്ടോ? But is there a change in our culture? പരീശന്മാര് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഒക്കേഷണലി ആണ്. Pharisees depend on the Lord occasionally. പള്ളി പോകുമ്പോൾ ബെസ്റ്റ് ആണ്. When they go to church, they're the best. അവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. They raise their hands and praise God. അവരൊക്കെ പാട്ട് പാടും. They sing loud. അവര് ആംസ് എന്നാ പറഞ്ഞത് പതാരം കൊടുക്കുമ്പോൾ ഭിക്ഷ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യും. When they give charity or alms, they do it really well. ദശാംശം പക്കയായിട്ട് കൊടുക്കും. They give tithes perfectly. ഒക്കേഷണലി ആണ്. They do it occasion പക്ഷേ based. യേശു പറയുന്നത് എന്താണെന്ന് അറിയാമോ? We know what Christ is saying. It's a different culture. ഇതൊരു പുതിയ സംസ്കാരം. ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തല്ല. It's not based on Pharisees. ഒരു കാര്യത്തെ ബേസ് ചെയ്തല്ല. It's not based on events. He speaks about the transformation of life. ജീവിതത്തിന്റെ രൂപാന്തരത്തെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. കാഴ്ചപ്പാടിന്റെ മാറ്റമാണ് പറയുന്നത്. The perspective has to change. അതുകൊണ്ടാണ് യേശു പറയുന്നത് നിന്റെ കണ്ണ് ശരിയാവണം. That's why he said your eyes must be changed. കണ്ണെന്നല്ല പറയുന്നത് കാഴ്ചപ്പാട് ശരിയാവണം. Your perspective has to be transformed. It's a total transformation of the culture is expected from us. നമ്മളിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന് പൂർണ്ണമായ ഒരു വ്യതിയാനം ഉണ്ടാകണം. ആത്മാവിൽ ദരിദ്രരായ ശൂന്യതയിലെ ദാരിദ്ര്യത്തിൽ യേശുവിനെ അറിയാൻ കഴിയണം. In the poverty of our spirit, we must have the desire to know Jesus. നോക്കണമേ, ആനി ജെ ഫ്ലിന്റ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹിം റൈറ്റർ ഉണ്ട്. There's a hymn writer named Annie J. Flint. ആ സഹോദരി എഴുതിയ ഒരു നല്ലൊരു ഹിം ഉണ്ട്. There she wrote a hymn. ഞാൻ പലപ്പോഴും ഈ ഹിം പാടി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. I often sing these lines to praise God. തന്റെ ശരീരത്തിന്റെ അവസ്ഥ ശോചനീയമായി രോഗത്തിലായിരിക്കുന്ന സമയത്ത്, She was disease stricken and she was in a very weak stage in her തന്റെ life. പേരൻസ് നഷ്ടപ്പെട്ട സമയത്ത്, She lost her parents. അഡോപ്റ്റഡ് പേരൻസ് നഷ്ടപ്പെട്ട സമയത്ത്, Even her adopted parents were lost. ന്യൂജേഴ്സിക്കാരിയാണ്, അമേരിക്കൻ ഹിം റൈറ്റർ ആണ്. She used to live in New Jersey. പുള്ളിക്കാരി എഴുതിയ ഒരു വരികളുണ്ട്. This is what she wrote. She says like this: He giveth more grace when the burdens grow greater. നമ്മുടെ ഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കൃപ തരുന്നു. He sends more strength when the labors increase. നമ്മുടെ കഠിനാധ്വാനങ്ങൾ വർദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ബലം തരുന്നു. To added affliction, he added his mercy. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം കരുണയും കൂടെ കൂട്ടിച്ചേർക്കുന്നു. To multiply trials, he multiplied peace. നമ്മുടെ വേദനകൾ മൾട്ടിപ്ലൈ വർദ്ധിക്കുമ്പോൾ അവിടെ സമാധാനം When we വർദ്ധിക്കുന്നു. have exhausted our store of endurance, when our strength has failed, the day is half done. When we reach the end of our hoarded resources, our Father's full giving is only begun. Amen. His love has no limit. His grace has no measures. His power has no boundary known unto man. For out of his infinite riches in Jesus, he giveth and giveth and giveth Amen. again. Amen. When you come to the end of your resources, നമ്മുടെ your pocket is khali, nothing. നമ്മുടെ സകല സ്രോതസ്സുകളും വറ്റിപ്പോകുമ്പോൾ അതിന്റെ അറ്റത്ത് വരുമ്പോൾ അവിടെ ദൈവം തരുന്നു. When you have your empty hands visible and tangible, നമ്മുടെ ശൂന്യമായ കാര്യങ്ങൾ നമ്മുടെ മുൻപാകെ കാണുമ്പോൾ there is nothing to offer. ഒന്നും കൊടുക്കുവാനില്ല. Our Father's giving is only begun. നമ്മുടെ പിതാവിന്റെ കൊടുക്കൽ ആരംഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവന്റെ സമൃദ്ധിയുടെ തിരിച്ചറിവ്, സമൃദ്ധിയുടെ തരൽ, giving
അത് ആരംഭിക്കുക അവിടെ. That's when his abundance of giving starts. It begins. നിങ്ങളെ ഞാൻ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലോട്ടൊന്ന് കൊണ്ടുപോട്ടെ. Let me take you to the life of Christ. Can you come with me to Gethsemane? എൻ്റെ കൂടെ ഗെത്സമനെ തോട്ടത്തിലേക്ക് വരാമോ? ഗെത്സമനയിൽ യേശു വന്ന് പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. There's a prayer that he offers in the garden of Gethsemane. തന്റെ സ്ട്രെങ്ത് അല്ല പ്രസന്റ് ചെയ്യുന്നത്. He's not presenting his strength. സ്ട്രെങ്ത് അല്ല യേശു അവിടെ പറയുന്നത്. He's not talking about his strength. താൻ ചുമക്കാൻ പോകുന്ന ഭാരത്തെ കണ്ടുകൊണ്ട് യേശു പറയുക. And he's seeing the burden that he's about to carry, and he's saying, I think it is impossible for me. പിതാവേ എനിക്കിത് അസാധ്യമാണ്. I have nothing in my hand, oh my father. എൻ്റെ പിതാവേ എൻ്റെ കാര്യങ്ങളിൽ ഇത് വഹിക്കുവാൻ ഒന്നുമില്ല. ആ വേദന ഉള്ളിൽ കണ്ട ലൂക്കോസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? രക്തം, വിയർപ്പ് തുള്ളൽ. You are sweating blood. That's seeing this picture, Luke writes that he was sweating blood. നോക്കണേ, യേശുവിനെ ആരും അടിച്ചിട്ടില്ലല്ലോ ഗെത്സമനയിൽ. Until this point no one has beaten Christ. യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. He's not been arrested yet. പക്ഷെ വരാൻ പോകുന്ന ഭയാനകമായ ക്രൂശിനെ കണ്ടിട്ട്, but having seen the cross and the brutality that he's about to experience, തന്റെ ഹൃദയം പൊട്ടി. ലൂക്കോസ് വൈദ്യനാ, ഡോക്ടറായി ഇത് എഴുതുന്നത്. ഒതന്റിസിറ്റി ഉണ്ട് എഴുത്തിന്. Yes. ലൂക്കോസ് പറയുക രക്തം പുറത്തു വരിക. And Luke is a physician. He knows what he's talking about. In that authentic knowledge, he's saying blood is coming out as sweat drops. തന്റെ കയ്യിൽ പ്രസന്റ് ചെയ്യാൻ ഒന്നുമില്ല, ആരോഗ്യമില്ല. He has nothing to present. The Lord Jesus is not even വീണു strong. പോകുമെന്നുള്ള ചിന്ത തന്നെ ഭരിക്കുക. And he's burdened by the fact that he will fall. ആ സമയത്ത് യേശു പ്രാർത്ഥിക്കുന്ന പ്രസിദ്ധമായ പ്രാർത്ഥനയുണ്ട്. That's when he prays the famous prayer. പിതാവേ കഴിയുമെങ്കിൽ, Father, if possible, if it is possible, ഇത് കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റി തരാമോ? would you please remove this I cup? can't bear it. എനിക്കിത് സഹിക്കാൻ വയ്യ. എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല ഇത്. I'm not able to carry it. It's too heavy for me. ഇത് എനിക്ക് ഇത്തിരി ഭാരമേറിയതാണ്. പക്ഷേ യേശു ക്രിസ്തു അടുത്ത വാചകം പറയുന്നത്, But the next verse Christ says, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, but not my will. അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. Let it be your will. നിങ്ങൾക്കറിയാമോ എന്താ ഗെത്സമനെ തോട്ടത്തിൽ സംഭവിച്ചതെന്ന്? You know what happened in the garden of Gethsemane? തന്റെ ശക്തി ക്ഷയിച്ച് അവസ്ഥ പിതാവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പം, When he presented his being as he is, the weakest in the presence of God. ഒരു ദരിദ്രനെ പോലെ, കയ്യിൽ റിസോഴ്സ് ഇല്ലാത്ത ഒരു അനാവിമിനെ പോലെ തന്റെ ജീവിതം പിതാവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ, But he presented himself before his father as an anawim, as with nothing and empty hands. യേശുവിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറന്നു. The heavens opened before the Lord Jesus. പിതാവ് ഒരു ദൂതനെ ഗെത്സമന തോട്ടത്തിലോട്ട് അയച്ചു. He sent an angel to him in the garden of Gethsemane. അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ ശക്തീകരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. And we see that he ministered unto the Lord Jesus. ബലം ക്ഷയിച്ച യേശുവിനെ ആ ദൂതൻ ശക്തീകരിച്ചെന്ന്. This angel came and strengthened Jesus. ഞാനിത് പറയുമ്പോൾ ഇതൊരു ദൂത ദൈവസഭയോട് പറയുന്നേ. Let me give you a message, church. I can't bear it എന്ന് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു? How many times have we said, കർത്താവേ എനിക്കിത് ഭാരം ചുമക്കാൻ വയ്യ? ഈ വെയിറ്റ് എനിക്ക് എടുക്കാൻ ഒക്കത്തില്ലെന്ന് എത്ര പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു? How many times have you said, I am unable to bear this burden? അന്നൊക്കെ നിന്റെ വീടിന് മുകളിൽ തുറന്ന ഒരു സ്വർഗ്ഗമുണ്ട്. Every time we did that, the heavens opened above our അന്നൊക്കെ house. നിന്റെ ശരീരത്തിന്റെ മുകളിൽ തുറന്ന ഒരു സ്വർഗ്ഗമുണ്ട്. There's a heaven that opened before you. അവിടെ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. God who came down. ദൈവത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. There's the presence of God which came down. ശക്തീകരിച്ചു വഴി നടത്തിയ ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ട്. There's a power that came upon you to strengthen you, to lead you in the path you're supposed to walk in. ദൈവത്തിന്റെ മുമ്പാകെ കൈമലർത്തുമ്പോൾ ദൈവമേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, I surrender before you 100% എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ സ്വർഗ്ഗം തുറക്കും. Every time we go before the Lord and say, Lord, I have nothing, my hands are empty, I have no power. Every time we do that, I promise you, the heavens open the door Blessed before are the us. poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നോക്കണമേ, അതാണ് യേശു ക്രിസ്തുവിന്റെ ഗെത്സമനയിലെ കാര്യം എന്ന് പറയുന്നത്. That's what we see depicted in the garden of Gethsemane. നോക്കണമേ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ക്രെഡൻഷ്യൽസ് കൊണ്ടുപോയാൽ അത് ഫലിക്കത്തില്ല. That's not a heavenly culture. When we bring our accomplishments or credentials before the Lord God in the heavenly kingdom, in that culture that means nothing. When we go, we have to go as poor in spirit. നമ്മൾ കടന്നു പോകുമ്പോൾ ആത്മാവിൽ ദരിദ്രരായിട്ടാണ് നമ്മൾ കടന്നു പോകേണ്ടത്. Bankruptcy ഉള്ള, കടം കേറിയ, കയ്യിലൊന്നുമില്ലാത്ത ശൂന്യമാക്കപ്പെട്ട കൈകളോടെ യേശുവിന്റെ അടുത്തേക്ക് പോകണം. When we come to Jesus, come with an empty hand, as if you have nothing, as if you're in complete debt. ചരിത്രത്തിലെ ഹാബ്സ്ബർഗ് ഫാമിലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. Perhaps you've heard about the Habsburg family, One of the most historic powerful history. and influential royal dynasty in Europe. In European history, it's a known royal family, dynasty. ഹിസ്റ്ററി പറയുന്നത് ഇങ്ങനെയാണ്. That's what history says. ഒത്തിരി നേഷൻസിന്റെ അധിപന്മാരായിരുന്നു ഇവര്. They governed over many nations. ഓസ്ട്രിയ, ഹംഗറി, ബൊഹീമിയ, സ്പെയിൻ, നെതർലാൻഡ്സ്, ഈവൻ ഫ്ലോറിഡ, നോർത്ത് അമേരിക്കയിലെ ഫ്ലോറിഡ പോലും ഒരു കാലത്ത് ആ എംപറേഴ്സ് ആയിരുന്നു ഭരിച്ചിരുന്നതെന്ന് പറയുന്നു. And this royal family, this dynasty ruled many nations, including the state of Florida. ഈ രാജാവ് മരിക്കുമ്പം, when this king died, they have a unique ritual.
അവർക്കൊരു പ്രത്യേക ഒരു നിലപാടുണ്ട്. ശക്തനായ രാജാവിന്റെ ഈ മോർട്ടൽ റിമൈൻസുമായിട്ട് ഈ പ്രൊസഷൻ ഇങ്ങനെ മുന്നോട്ട് പോകും. So they take the body of the king and they have a procession. ഓസ്ട്രിയയിലുള്ള കാപ്പുച്ചിൻ ചർച്ചിന്റെ മുമ്പിൽ ചെല്ലും. They come to the church before the Capuchin church in Austria. ആയിരക്കണക്കിന് ആളുകൾ പ്രൊസഷനിലുണ്ട്. So thousands of people are in this procession. ലോകത്തെ അടക്കി ഭരിച്ച ചക്രവർത്തിയാ വരുന്നത്. This emperor is the one who ruled over many nations. ദേവാലയത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കും. But the door of the church is ഈ closed. പ്രൊസഷൻ നയിക്കുന്ന ഈ മാസ്റ്റർ ഓഫ് സെറമണി, ആ വികാരി, ഈ കതകിൽ കൊട്ടും. And the person who is leading that procession comes and knocks at the church's door. അകത്തു നിന്ന് ഒരു വൈദികന്റെ ശബ്ദം കേൾക്കാം. And from the inside they hear the sound of a priest. Who demands entry? Who want to come in? ആർക്ക് അകത്ത് കടന്നു വരണം? ആരാണ് ഇത് ആവശ്യമായി പറയുന്നത്? ഈ പ്രൊസഷൻ നയിക്കുന്ന മാസ്റ്റർ ഓഫ് സെറമണി പറയും. And the person who's leading the procession says, His Imperial Majesty, His Imperial Majesty, Emperor of Austria, Emperor of Austria, King of Hungary, King of Hungary, King of Bohemia, King of Bohemia, King of Spain. King of Spain. നോക്കണം, 20-28 ടൈറ്റിൽസ് ഈ വ്യക്തി ഇങ്ങനെ വിശദീകരിക്കും. So this person that's leading the procession talks about the 28 or so titles the king has. അവസാനം പറയും, he wants to come in. അവർ പറയും അദ്ദേഹത്തിന് അകത്തോട്ട് കടന്നു വരണം. അപ്പുറത്ത് നിന്ന് വൈദികൻ പറയും, I don't know him. And from the inside the priest says, I don't know him. The master of ceremony knock again. ഇതിനെ നേതൃത്വം ചെയ്ത വ്യക്തി വീണ്ടും കതവെ മുട്ടുന്നു. രണ്ടാമത്തെ നോക്കാണ്. Second knock. അകത്തു നിന്നുള്ളൊരു ചോദ്യം. The second question. Who demands the entry? ആർക്കാണ് അകത്ത് വരേണ്ടത്? ആർക്കാ അകത്ത് വരേണ്ടത്? Who wants to come in? മാസ്റ്റർ ഓഫ് സെറമണി പറയും. അന്നേരം നേതൃത്വം പറയും. രാജാവിന്റെ അച്ചീവ്മെന്റ്സ് മുഴുവൻ വായിക്കും. All of his achievements are read out. കുറിച്ച് പറയും. യുദ്ധങ്ങളെ കുറിച്ച്. All the wars that he has won. വിക്ടറീസിനെ കുറിച്ച് പറയും. All the victories. അക്കംപ്ലിഷ്മെന്റിനെ കുറിച്ച് പറയും. All the accomplishments. അകത്ത് നിന്ന് വൈദികൻ പറയും. And from the inside the priest says, I don't know him. I don't know him. എനിക്ക് അറിയത്തില്ല. And the third and inevitable knock. മൂന്നാമത്തെ അവസാനത്തെ knock. നോക്കണമേ, ഈ who demands the entry അകത്ത് നിന്ന് ആള് ചോദിക്കും. Again the question is asking, ആർക്ക് അകത്ത് കടന്നു വരണം? മൂന്നാമത് ഈ മാസ്റ്റർ ഓഫ് സെറമണി പറയുന്നത് എന്താണെന്ന് അറിയാമോ? Now what the thing that he says, the master of ceremony says, Who wants to come in? ആർക്ക് കടന്നു വരണം? A sinful mortal human being. ഒരു പാപമുള്ള മർത്യനായ മനുഷ്യന് കടന്നു വരണം. വാതിൽ മലർക്കെ തുറക്കും. And the door is wide open. And the king's body is taken in. And the king's ശരീരം അകത്തേക്ക് കൊണ്ടുപോകുന്നു. It's a profound reminder for us. ഇതൊരു ആഴമേറിയ ഒരു ഓർമ്മയാണ് നമുക്ക് വേണ്ടി. A beautiful illustration. രണ്ട് ഉദാഹരണങ്ങൾ. You cannot enter with your titles. നമ്മുടെ തലപ്പത്തുകൾ കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമുക്ക് അകത്ത് കയറാൻ സാധിക്കില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ your accomplishment has nothing to do. When we come in the presence of God, your accomplishments mean nothing. You may be the king of Bohemia. നിങ്ങൾ ഒരു രാജ്യത്തിലെ രാജാവായിരിക്കാം. You may be the king of Italy. നിങ്ങൾ ഇറ്റലിയിലെ രാജാവായിരിക്കാം. The door won't open. കതവ് തുറക്കത്തില്ല. Unless you say, I am a sinful mortal man. നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ പാപമറ്റ മനുഷ്യൻ, മർത്യനായ മനുഷ്യൻ. I studied in Sarambur College. I did my bachelor's in Sarambur College, Calcutta. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തത് കൽക്കട്ടയിൽ സറാംപൂർ കോളേജിലാണ്. Every year we go to the graveyard of William Carey. എല്ലാ വർഷവും ഞങ്ങൾ വില്യം കേരിയെ അടക്കിയിരിക്കുന്ന ശവസംസ്കാരിച്ചിരിക്കുന്ന ആ കല്ലറയിൽ പോകും. We clean the premises. അവിടെ എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്യും. വില്യം കേരി ഒരു accomplished man ആണ്. William Carey is an accomplished man. ഒരു മിഷണറി വീരനാണ് ഇന്ത്യയിലേക്ക്. He's a missionary warrior. ഒരു ലിംഗ്വിസ്റ്റ് ആയിരുന്നു. He's a linguist. ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റർ ആയിരുന്നു. He was a Bible ലാംഗ്വേജിൽ അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റ് He ചെയ്യുന്നു. translated the Bible into how many different languages? He was an educator. He was an educator, teacher. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ സ്ഥാപിച്ച കോളേജിലാണ്, യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. And I studied in the college that he established. He was a founder of Sarambur College. Sarambur College സ്ഥാപിച്ചത് അതിൽ കൂടിയാണ്. നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ ആ ടൂംസ്റ്റോണില്, in his tombstone, അവിടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. And by his own directive they wrote a statement. You must understand that who he was. അദ്ദേഹം ആരായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ടൈറ്റിൽ എല്ലാം ഒരു വശത്ത്, അക്കംപ്ലിഷ്മെന്റ്സ് എല്ലാം ഒരു വശത്തുള്ളപ്പോൾ, he has a large list of accomplishments on one side. ഇന്നും നിങ്ങൾ സറാംപൂരിൽ പോയാൽ, even if you go to that school today, ഈ മഹാനായ മനുഷ്യന്റെ ശവകുടീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. In that tombstone it is written, A wretched, poor and helpless worm, on thy kind arm I fall. Amen. ഒരു നികൃഷ്ടജീവിയെ പോലെ പാവപ്പെട്ട സഹായമില്ലാത്ത ഒരു പുഴു ഇതാ അങ്ങയുടെ കയ്യിലേക്ക് വീഴുന്നു. A wretched, a poor and helpless worm, on thy kind arms I fall. No title. ഒരു തലപ്പത്തുമില്ല, no accomplishments. ഒരു നേട്ടങ്ങളുമില്ല. I fall into your hands with nothing. ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് വീഴുന്നത് ഒന്നുമില്ലായ്മ. ശൂന്യമാക്കപ്പെട്ട കൈകളോടെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക്. Empty hands I fall into your hands. A wretched, poor
and helpless one. A wretched, a poor, and a helpless But world. I know where I fall. പക്ഷെ എനിക്കറിയാം ഞാൻ എവിടെ വീഴുന്നെന്ന്. I fall into your hand. ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് വീഴുന്നു. കരങ്ങളിലേക്കാണ് ഞാൻ വീഴുന്നത്. Yes, I fall into your hands. This is the counter culture Jesus is presenting before his ഇതാണ് disciples. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന എതിർ സംസ്കാരം. Blessed are the poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ. Anavim. അനാവി. Nothing in their hand. അവരുടെ കയ്യിൽ ഒന്നുമില്ല. They go with empty hand. അവർ ശൂന്യമായ കരങ്ങളിലൂടെ പോകുന്നു. But they fall in the arms of Jesus. പക്ഷേ അവർ വീഴുന്നതോ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക്. Under the reign of Jesus. ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ. Under the authority of Jesus. യേശുവിന്റെ അധികാരത്തിന്റെ കീഴിൽ. And Jesus is inviting the church. ഈ പകൽക്കാലം ക്രിസ്തു സഭയെ ആഹ്വാനം ചെയ്യുന്നത്. To shift your culture. നമ്മുടെ സംസ്കാരം ഒന്ന് മാറ്റി. You may have Pharisees on your right side. വലത്ത് ഭാഗത്ത് ഒരുപക്ഷേ പരീശന്മാരെ കണ്ടേക്കാം. And you may have your Gentiles on your left side. ഇടത്ത് വശത്ത് ഒരുപക്ഷേ ജാതികളെ കണ്ടേക്കാം. You may have the Pharisees who always look for prestige, titles and accomplishment. പ്രശസ്തിക്കും പദവിക്കും വേണ്ടി നോക്കുന്ന ഒരുപക്ഷേ ഒരു കൂട്ടം പരീക്ഷന്മാർ നിങ്ങളുടെ വലത്ത് ഭാഗത്ത് You may കണ്ടേക്കാം. have Gentiles on the other side who say there is no God. ഒരുപക്ഷെ മറ്റ് സ്ഥലത്ത് മറ്റ് ഭാഗത്ത് ദൈവമില്ല എന്ന് വാദിക്കുന്ന ജാതികൾ ഉണ്ടായേക്കാം. നിങ്ങൾ വളരേണ്ടുന്നത് നിങ്ങളുടെ കൾച്ചറിനകത്തല്ല, ഒരു കൗണ്ടർ കൾച്ചറിനകത്താണ്. We must be raised and growing not in the culture that we live in, but we must raise and be growing in the counter culture that Christ has. ഹെവൻലി കൾച്ചറിനനുസരിച്ച് തോട്ട് പ്രോസസ്സ് മാറണം. Our thought process must be shaped by a heavenly culture. Like the emperor of Habsburg. ഈ ഹാബ്സ്ബർഗ് ചക്രവർത്തിയുടെ ജീവിതം പോലെ. Like William Carey of Serampore. Like William Carey of Serampore. And like the tax collector who came to the presence of Jesus. യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ചുങ്കക്കാരനെ പോലെ. Come with empty hands. ശൂന്യമായ കരങ്ങളോട് വരിക. And say, Lord, I have nothing to offer. കർത്താവേ, എനിക്ക് അങ്ങേക്ക് തരുവാൻ ഒന്നുമില്ല. I come to you only by mercy. അങ്ങയുടെ കരുണ മാത്രം, അതിൽ മാത്രം ആശ്രയിച്ചു ഞാൻ കടന്നു വരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് യേശു പറയുന്നത്, To those people who pray in that manner, Christ says, you are blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ഭാഗ്യവാന്മാരാ, നിങ്ങൾ ഭാഗ്യവാന്മാർ. You are poor in spirit, so you are blessed. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നോക്കണമേ, ആ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസിയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുക. God is inviting us to have a complete dependence on him. Would you allow me to pray for you? Yes, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. Let's pray. Let me pray for you. എനിക്കറിയാം, this is a very special message. ഇതൊരു പ്രത്യേക ദൂതാണ്, സന്ദേശമാണ്. The God has spoken to us to change our culture. നമ്മുടെ സംസ്കാരത്തിന് ഒരു വ്യതിയാനം ഉണ്ടാകാൻ വേണ്ടി ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. To change the entire thought process. നമ്മുടെ പൂർണ്ണമായുള്ള കാഴ്ചപ്പാടിന് ഒരു മാറ്റം ഉണ്ടാകേണ്ട, ചിന്താമണ്ഡലത്തിന് ഒരു മാറ്റം ഉണ്ടാകേണ്ട ദൈവം നമ്മോട് നമ്മളെ സംസാരിച്ചിരിക്കുന്നു. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൾച്ചറിനപ്പുറത്ത് you should see God. നമ്മളെ സ്വാധീനിക്കുന്ന സംസ്കാരത്തിന് അപ്പുറേ നമ്മൾ ദൈവത്തെ ഒന്ന് കാണണം. Blessed are those who poor in spirit. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. For theirs is the kingdom. അവർക്കാണ് സ്വർഗ്ഗരാജ്യം. ഭാവി കിട്ടാൻ പോകുന്നതല്ല. It's not about what happens in the future. Yes, they are under the reign of God. അവർ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലാണ്. ആ യേശു ഇറങ്ങി വരും. That Christ is coming down. കൈ മലർത്തിയിരിക്കുന്ന ശൂന്യമായ കൈകളിൽ എൻ്റെ യേശു പിടിക്കും. And all the hands are empty without anything. The Lord hand gets a hold of it. എന്നിട്ട് ദൈവം പറയും, I am your father. And the Lord will say, ഞാൻ നിങ്ങളുടെ പിതാവ്. I am your pastor. ഞാൻ നിങ്ങളുടെ പാസ്റ്ററാണ്. I am your friend. ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ്. I am your brother. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. ആ ആവശ്യത്തിന്റെ നടുവിൽ നമ്മുടെ കൈ പിടിച്ച് ദൈവം നമ്മുടെ കൂടെ In the midst of our need, He holds our hand and leads us in the right path. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ Hallelujah. Thank you, Jesus. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. ദൈവം, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ ദൈവം ഒന്ന് മാറ്റണമേ. ഞങ്ങൾ ശൂന്യമായ കൈകളോട് അങ്ങയുടെ സന്നിധി വരാൻ സഹായിക്കണം. Would you allow us to come with empty hands? Yes. And understand that there is a God who comes and hold our hands. അങ്ങ് പിടിക്കുന്ന കൈക്ക് ബലമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കൈക്ക് ബലമില്ല. We are oppressed, suppressed, cornered, isolated, written off. But we know that we have a God in heaven. ഞങ്ങൾ അനാവിമിനെ പോലെ, ദരിദ്രനെ പോലെ. ഞങ്ങളുടെ വിളി ഒത്തിരി പേര് കേൾക്കത്തില്ല. ഞങ്ങളുടെ വിളി ഒത്തിരി പേർക്ക് മനസ്സിലാക്കാനും കഴിയത്തില്ല. ഞങ്ങളുടെ ഹൃദയവേദന ആർക്കും മനസ്സിലാക്കാനൊക്കത്തില്ല. ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത ഭാരങ്ങൾ നോബഡി, ആർക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാനൊക്കത്തില്ല. ഗെത്സമനയിലെ പോലെ വലിയ ഭാര ഞങ്ങൾ ചുമക്കുന്നേ. പക്ഷെ would you please take us to a point that we surrender ourselves and say, God, your will, your will, your will.
We want to see heaven open before us, above us. We want to see tangible presence of God Yes. coming and changing our lives. To that extent, we commit this entire congregation unto your mighty hands. Bless us. Take control over us. In Jesus' precious name we pray. Amen. Amen.